കേന്ദ്ര വഖഫ് ഭേദഗതി നിയമപ്രകാരം മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്താക്കി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടുകൂടി മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് BJP. പ്രത്യേകിച്ച് അധികാരത്തിൽ വന്നാൽ 10 ദിവസത്തിനകം ഈ പ്രശ്നം പരിഹരിക്കും, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം ആണ് ഈ വഖഫ് ഭൂമി കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഉമീദ് പോർട്ടലിൽ സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തു എന്ന വിവരം പുറത്തു വന്നത്. അതോടുകൂടി ഈ മുനമ്പം നിവാസികളുടെ കൈവശമുള്ള 404 ഏക്കർ ഭൂമി വഖഫ് സ്വത്താക്കി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ആണ് ഈ മുനമ്പത്തെ ജനതയ്ക്ക് ആശങ്കയുണ്ടാകുന്നത്. സ്വാഭാവികമായും BJP ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് കൃത്യമായൊരു മറുപടിയും നൽകേണ്ടതായി വരും എന്നുള്ളതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മുനമ്പത്ത് നിന്ന് ഡാനി പോളും ഒപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് TG സജിത്തും ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം VD സതീശൻ നേരത്തെ, അതായത് പ്രതിപക്ഷ നേതാവായിരിക്കെ മുനമ്പത്തെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു എന്ന് കേൾക്കാം. നീട്ടിക്കൊണ്ടുപോകാണ്, വൈകിപ്പിച്ചുകൊണ്ടുപോകാണ് സർക്കാർ മനഃപൂർവ്വം സർക്കാർ തീർക്കാൻ പറ്റും. ഞാനിതിന്റെ നിയമപരമായ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചു. സർക്കാരിന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഞാൻ ഇപ്പോഴും ആ ഉറച്ച നിലപാടിലാണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കുന്നില്ല, അവിടെ കിടക്കട്ടെ. യെസ്, അതായത് പ്രതിപക്ഷത്തായിരിക്കെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന് VD സതീശൻ പറഞ്ഞ വിഷയം ആണ് ഇപ്പോൾ ഇതാ കൂടുതൽ സങ്കീർണമാകുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ രാഷ്ട്രീയമായി BJP ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്? അതിനപ്പുറത്ത് മുനമ്പത്തെ ജനതയുടെ ആശങ്ക, അതാണ് അതിലും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇപ്പോൾ ആദ്യം ഡാനിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡാനി, മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇതൊരു സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ പോലും ആ സാങ്കേതികത്വം നിയമപരമായി മുനമ്പത്തുകാർക്ക് ഒരുപക്ഷെ കൂടുതൽ തിരിച്ചടി സൃഷ്ടിച്ചേക്കാം എന്നതാണല്ലോ അവരുടെ ആശങ്ക. ഇപ്പോൾ എങ്ങനെയാണ് ആ പ്രദേശത്തെ ആളുകൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അഭിലാഷ, മുനമ്പത്തുകാർ അതിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചുള്ള ഈ സാങ്കേതികത്വം അതിലായിരുന്നു അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത്. അതിനൊരു പരിധിവരെയെങ്കിലും പരിഹാരമാകും എന്ന് അവർ വിശ്വസിച്ചു. കഴിഞ്ഞ സർക്കാർ തന്നെ ഒരു കമ്മീഷൻ നിശ്ചയിച്ചു. ഏതാണ്ട് അത് ഒരു അനുകൂല തീരുമാനം ഇതിലേക്ക് വരുന്നു. ഒപ്പം തന്നെ വലിയ പ്രതീക്ഷ നിലനിൽക്കുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്ന് പറഞ്ഞ പെട്ടെന്ന് വളരെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമാണ് ഇതെന്ന് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ആ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ. അതേ ഒരു പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുവരെയും മുനമ്പം വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ലെങ്കിലും അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ഉമീദ് പോർട്ടലിലേക്ക് ഈ വഖഫ് ഇവരുടെ ഏതാണ്ട് 404 ഏക്കറോളം വരുന്ന ഭൂമി, ഈ ഒരു വലിയ, നമ്മൾ മുനമ്പത്താണുള്ളത്, ഒരു വലിയ പ്രദേശം, അതിൽ നിരവധിയായ ആളുകൾ അധിവസിക്കുന്ന, നമ്മൾ പലതവണ ചർച്ച ചെയ്തതുപോലെ ഒരുപാട് ആശങ്കകൾ നിറഞ്ഞ ഈ മേഖല മുഴുവനായിട്ട് തന്നെയും അതിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്നതാണ്. നമുക്കൊപ്പം ഈ പ്രദേശത്തുകാർ തന്നെയുണ്ട്. കാരണം അവർ ഒരു ആശ്വാസ തീരത്തേക്ക് അടുക്കുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ളൊരു തീരുമാനവും അത് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സമരസമിതിയുടെ കൺവീനർ ജോസഫിന് ചേരുന്നു. വളരെ പെട്ടെന്നാണ് ഒരു തിടുക്കത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ? നിയമവിരുദ്ധമായി 2019 വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് അസന്നിഗ്ധമായി പരാമർശിച്ചു. ആ പരാമർശത്തിനെതിരെ സുപ്രീം കോടതിയിലെ ആ പരാമർശനം നീക്കം ചെയ്യണം. കാരണം വഖഫ് ട്രൈബ്യൂണലിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേൽക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് കീഴ്ക്കോടതി അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ പരാമർശനം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞത് മാത്രമേ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളൂ. അതിന് വഖഫ് ബോർഡ് ചെയർമാൻ ഇപ്പോൾ പറയുന്നു സുപ്രീം കോടതി ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് വിധിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കാര്യം മനസ്സിലാക്കുമ്പോൾ യാതൊരുവിധ പഠനവും നടത്താത്ത, ഈ വിഷയത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത ആ തലപ്പത്തിരിക്കുന്ന ആ ചെയർമാൻ, ആ ബോർഡ് അംഗങ്ങളും രാജിവെച്ച് ഇപ്പോൾ പുതിയതായി ചാർജ് എടുത്തിരിക്കുന്ന സർക്കാർ, VD സതീശൻ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തിരിക്കുന്ന സർക്കാർ ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം ഉമീദ് പോർട്ടലിൽ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അതും പാലിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ഞങ്ങൾ പോക്കുവരവ് ചെയ്ത ഭൂമി, ഞങ്ങൾക്ക് നോട്ടീസോ അല്ലെങ്കിൽ ഗസറ്റിൽ പരസ്യം ചെയ്യുകയോ അനുബന്ധമായി സർവേ നടത്തുകയോ ഒന്നും ചെയ്യാതെ ഈ 610 കുടുംബങ്ങളെ നിത്യദുരിതത്തിലാക്കിയിരിക്കുന്ന ഈ വഖഫ് ബോർഡിൻ്റെ കാടത്ത നീതി അത് അന്യായമാണ്.
സമിതി ചെയർമാൻ ജോസഫ് റോക്കിയോട് ചേരുന്നു. ഇത് ഇനിയിപ്പോൾ തുടർ സമരങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ട ഘട്ടത്തിലാണോ? തീർച്ചയായും. പ്രത്യേകിച്ച് വഖഫ് ബോർഡ് ഇത്രയും ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭൂമി ഇത്രയും ഈ സേട്ടുവിൻ്റെ കൈവശം എങ്ങനെ വന്നെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അയിലെന്തിരുന്നാൾ രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമി ഇവരുടെ കയ്യിൽ എങ്ങനെ വന്നു? ഇവരാരും 10 പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയല്ല, ഞങ്ങൾ വില കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. 89-90 കാലഘട്ടത്തിൽ അവർ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങി 35 കൊല്ലം ഇവിടെ താമസിച്ച് സകല ക്രയത്തോട് ഞങ്ങളിവിടെ ജീവിക്കുന്നു. ഇപ്പോൾ അത് കണ്ട് ഈ വികസനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് വഖഫ് ബോർഡ് ഇതിനകത്തോട്ട് കടന്നു വരികയും ഞങ്ങളുടെ റവന്യൂ അവകാശം കവർന്ന് എടുക്കുകയും ചെയ്തതിൻ്റെ പുറത്ത് ഞങ്ങൾ നടത്തിയ സമരത്തിൽ മുഖ്യമന്ത്രി ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ രാമേന്ദ്രൻ സാറിനെ അഴക്കാമെന്ന് പറയുകയും രാമേന്ദ്ര സാർ ഇവിടെ വന്നിട്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുകയും അങ്ങനെ തന്നെ പ്രതിക്കൂട്ടിലാക്കി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ബെച്ചി കുര്യൻ സാറിൻ്റെ കോടതിയിൽ അത് ചോദ്യം ചെയ്തു. അവിടുന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല. ഡിവിഷൻ ബെഞ്ച് ചെല്ലുകയും അവർ അടിവരയിട്ടുകൊണ്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ആ വിധി നിലനിൽക്കുമ്പോഴാണ് ഈ പണി ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 69 തുടങ്ങി കേസ് പറഞ്ഞ് ഈ 4-5 കേസുകൾ ഫറൂഖ് കോളേജായിട്ട് ഞങ്ങൾ പറയുകയും ആ കേസെല്ലാം ഞങ്ങൾ തോക്കുകയും ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്നാണ് എല്ലാ കോടതിയും പറഞ്ഞിരിക്കുന്നത്. കൂടാണ്ട് 88 ഫറൂഖ് സബ് കോടതിയോട് ഫറൂഖ് കോളേജ് ഈ ഭൂമി വിൽക്കാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ഫറൂഖ് കോളേജ് ഈ ഭൂമി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. വില്ലേജ് ഓഫീസറോട് ഇത് അളന്നു കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ഡിഗ്രി എല്ലാം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത്രയും പ്രമാദമായ ഒരു പ്രശ്നം നിലവിൽ നിൽക്കുമ്പോൾ എനിക്ക് വഖഫ് ബോർഡിനോടല്ല പുച്ഛം. ഈ ഉമീദ് പോർട്ട് ഇതിലെന്ത് ആൾക്കാർ ഇതൊന്നും ഇവർ നോക്കുന്നില്ലേ? ഒരു രേഖയുമില്ലാത്ത ഒരു സംഭവം കൊണ്ടുപോയി ചെന്നാൽ ഉടനെ പോർട്ടിനോട് കയറ്റാനുള്ളതാണ്. ഇത് എന്ത് ഉമീദ് പോർട്ട്? ഇതെല്ലാത്തിനും പറഞ്ഞു വിടണം, എല്ലാം രാജിവെച്ച് പോകണം. ഇത് ഇവിടെ നടക്കുന്ന വലിയ അഴിമതി, അന്യായ അഴിമതിക്കാണ് ഇവർ ഹോപ്പ് കൂട്ടിയത്. 400 ചില്ലാൻ ഏക്കർ ഭൂമി, ഇവിടെ 400 ചില്ലാൻ ഏക്കർ ഭൂമി അയിലെന്തിരുന്നാൾ രാജാവ് പാട്ടത്തിന് കൊടുത്ത 400 ചില്ലാൻ ഏക്കർ ഭൂമി അത് കടലെടുത്ത് പോയതിന് ശേഷം വെച്ച 114 ഏക്കർ ഭൂമി ഇവിടെ ഉള്ളു. ഈ 114 ഏക്കർ ഭൂമി വിറ്റു. ഫറൂഖ് കോളേജ് ആ പൈസ കൊണ്ട് ഫറൂഖിൽ അവർ സ്ഥലം മേടിച്ച് അവർ TTC കോളേജ് നടത്തി അവർ കാശുണ്ടാക്കുന്നു. ഞങ്ങൾ ഇവിടെ കിടന്ന് ദാരിദ്ര്യത്തിൽ കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. 5 ദിവസമായി ഇവിടെ വെള്ളമില്ല. 5 ദിവസമായി ഇവിടെ വെള്ളമില്ല. കടൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഈ തിക്താനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കാൻ നേരത്ത് ഞങ്ങളറിയാണ്ട് ബ്രഹ്മാവ് സഹായം ഉണ്ടെങ്കിൽ ആയുസിന് മഞ്ഞൂല്ല എന്ന് പറയുന്ന പണിയല്ലേ ഈ വഖഫ് ബോർഡ് ചെയർമാൻ കാണിച്ചിരിക്കുന്നത്? ഇയാൾക്കൊന്നും നീതിയില്ലേ? ഇയാൾക്ക് എന്ത് മനുഷ്യര്? ഇതൊക്കെ വലിയ തെറ്റാണ്. ഇതിൻ്റെ എതിരെ ഞങ്ങൾ 2ാം ഘട്ട സമരത്തിലോട്ട് കടക്കാൻ നേരത്ത് ഇവർക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റൂല. ഞങ്ങളുടെ സമരം കണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗലമായ ഒരു സമരമാണ് ഇവിടെ നടന്നത്. ഇവിടെ വന്നവർ ആർക്കെന്നറിയാല. അതുപോലെ അല്ല ഇനി ഉള്ള സമരം, ശക്തമായ സമരം. അത് വഖഫ് ബോർഡിൻ്റെ ആഫീസിലോട്ടായിരിക്കും ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകാൻ പോകുന്നത്. പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ല. കള്ളത്തരം ഇവിടെ നടക്കില്ല. സതീശനാണ് മുഖ്യമന്ത്രി. കള്ളത്തരം ഇനി ഇവിടെ നടക്കില്ല. അഭിലാഷ, വളരെ ശക്തവും തീവ്രമായിട്ടാണ് ഒരു പ്രതികരണം. നമുക്കൊപ്പം ഈ അമ്മമാരിലേക്ക് കൂടി പോയിട്ട് അത് തിരിച്ചു വരാം. കാരണം വളരെ ആശങ്കയോടുകൂടിയാണ്, ആശങ്ക നിറഞ്ഞ മുഖങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മളിവിടെ വരുമ്പോഴെല്ലാം കാണുന്നത്. ഇപ്പോഴതൊന്നുകൂടി ആയിരിക്കുന്നു. 5 വർഷമായി ഞങ്ങൾ ഇത് അനുഭവിക്കുന്നു. ഇങ്ങനെ കിടന്ന് ദുരന്തത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടണേ. ഞങ്ങൾക്ക് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ ആശയോടുകൂടി ഇരിക്കണേണ്. ഞങ്ങൾക്ക് ഇത് എത്ര വേഗം ഇത് ഞങ്ങളുടേതായിട്ട് സാധിച്ചു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ വാർത്തകൾ ഞങ്ങൾ ആശങ്കപ്പെടുത്തുകയാണ്. ഇത് എഴുതിയെടുത്തെന്ന് പറയണത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടത് എന്താണെന്ന്. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഞങ്ങൾ ഇത്രയും നാളും ജീവിച്ച സാധനം ഇന്ന് നാളെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കൂല. ഞങ്ങൾ മരണം വരെ ഇതിന് സമരം ചെയ്യും. സമരത്തിലേക്ക് തന്നെ പോകും. വീണ്ടും പോകും. ഞങ്ങൾ സമരത്തിലേക്ക് തന്നെ പോകും. സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ പോകും. ഈ കാടനീതിക്കെതിരെ ഞങ്ങൾ സമരത്തിലേക്ക് തന്നെ പോകും. ഞങ്ങളുടെ കുഞ്ഞു മക്കളടക്കം ഞങ്ങളെല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കും. ഞങ്ങൾക്ക് ഈ വിജയം ഞങ്ങളുടെ വിജയം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ കൈവശം ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾ മേടിച്ചെടുക്കുക തന്നെ ചെയ്യും. എത്ര മരണ പോരാട്ടം നടത്തിയാലും ഞങ്ങൾ ഞങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തും. ആലോചന ഇല്ലാതെയാണ് ഞങ്ങളുടെ ഭൂമി എഴുതിയെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ കരയടക്കുന്നത്, ഞങ്ങൾ എല്ലാ റവന്യൂ ആവശ്യങ്ങളും ചെയ്യുന്ന ഭൂമി ഒരു രേഖയില്ലാതെ അവർ എഴുതിയെടുക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും.
ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഈ സമരത്തിന് ഇതിന് പോകും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭൂമി ഞങ്ങൾക്ക് ഇത് ശരിയാക്കി കിട്ടണം. അല്ലാതെ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി. ഞങ്ങൾക്ക് ഇതുവരെ ഇതൊന്നും വക്കപ്പ് ഇതിൻ്റെ ഇതൊന്നും മാറ്റി തന്നെ ഞങ്ങൾക്ക് ഇത് ശരിയാക്കി തന്നെ. ഞങ്ങൾക്ക് ഇതിൽ ഞങ്ങൾ സമരത്തിന് എവിടെയും പോകും. സമരം തന്നെയാണ് മാർഗം, മറ്റു വഴികളില്ല എന്ന് തന്നെയാണ് ഓരോരുത്തരും തന്നെ പറയുന്നത്. കാരണം ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇത് ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ വഖഫ് ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ നാളിത്ര കാലവും കരമടച്ച് അവർ കഴിഞ്ഞു പോന്നിരുന്ന ആ ഭൂമിയാണ് ഇപ്പോൾ ഈ രീതിയിൽ അന്യാധീനമാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കവർന്നെടുക്കപ്പെടുന്നത് എന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരാളെയും ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തങ്ങൾ സമ്മതിക്കില്ല. തങ്ങൾ ജീവിതാവസാനം വരെയും തങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടി തങ്ങളുടെ ഒരു പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ അവിടെ നിരവധി കുടുംബങ്ങൾ ആണ് ഉള്ളത്. 400 ഏക്കറിലധികം വരുന്ന ഭൂമിയാണ്, അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ ആ മണ്ണിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ ആ പ്രദേശവാസികളുടെ ആശങ്കയാണ് ഡാനി പങ്കുവച്ചത്. എങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയായിരുന്നു മുനമ്പത്തെ വഖഫ് ഭൂമി എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.